നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്ത്രീജന്മം ഭാഗ്യജന്മമാണ്. അമ്മമാർ ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മുടെ ഭാരതീയർ പരിഗണിക്കുന്നത്. അമ്മ എന്നാൽ സ്വാർത്ഥതയില്ലാത്തവൾ എന്നാണ് അർത്ഥം. കുടുംബം, ഭർത്താവ്, ബന്ധുക്കൾ എന്നിങ്ങനെ മറ്റുള്ളവർക്കായി അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. അമ്മമാരായിട്ടുള്ള അല്ലെങ്കിൽ അമ്മമാരാകാൻ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നമുക്ക് ഈ വീഡിയോ സമർപ്പിക്കാം. ഓരോ സ്ത്രീകളുടെയും നക്ഷത്രപ്രകാരം അവരുടെ ജീവിതകാലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, അവരുടെ സ്വഭാവ സവിശേഷതകൾ, അവരുടെ ജീവിതത്തിലുള്ള പോരായ്മകളെയൊക്കെ മാറ്റിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ, അതിനുവേണ്ട പരിഹാരങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ജീവിതകാലത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിച്ചുകൊണ്ട് ജീവിതത്തെ സന്തുഷ്ടവും ഭദ്രപ്രദവും ആക്കുവാനുള്ള മാർഗങ്ങളാണ് വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാം. എല്ലാ സ്ത്രീകൾക്കും ഇതൊരു നല്ല അറിവായിരിക്കും. സ്ത്രീകളെ സ്നേഹിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ഇതൊരു നല്ല അറിവായിരിക്കും. ഇപ്പോൾ നമുക്ക് രേവതി നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ദോഷപരിഹാരങ്ങളെയും ഒന്ന് പറഞ്ഞു പോകാം. ബുധദശയിലാണ് രേവതി നക്ഷത്രക്കാരൻ ജനിക്കുക. പരോപകാരികളാണ്, നല്ല ചിന്താഗതിയുള്ളവരാണ്, കൂടാതെ ശാന്ത സ്വഭാവികളുമാണ് രേവതി നക്ഷത്രക്കാർ. പൊതുവെ രേവതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ ദേഷ്യപ്പെട്ടാൽ അത് പല മടങ്ങായിരിക്കും. ഏറ്റെടുത്ത കാര്യം എത്ര വലുതായാലും അത് പൂർത്തീകരിക്കാൻ ഇവർക്കാകും. പലപ്പോഴും അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പോലും ഒരു തരത്തിലുള്ള ദുഃഖം ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും. ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യ ചിന്തകളും ഭയാശങ്കകളും അതുളവാക്കുന്ന നെഗറ്റീവ് ചിന്തകളുമൊക്കെയാണ് ഇതിന് കാരണം. പരിശ്രമം അനുസരിച്ചുള്ള ഫലങ്ങൾ ദൈവം സമയാസമയങ്ങളിൽ അനുഗ്രഹിച്ച് നൽകുമെന്ന് ചിന്തിച്ചാൽ ഇവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നതാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ഇവർ അതീവ ജാഗ്രത പുലർത്തുന്നതാണ്. അനാവശ്യമായിട്ടുള്ള നിബന്ധനകൾ വിധിക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് ഉപദേശം നൽകാനുള്ള ബുദ്ധിശക്തി ഇവർക്ക് എല്ലായ്പ്പോഴും ഉണ്ട്. എന്നാൽ ഭർത്താവിന്റെ ഉപദേശപ്രകാരം ജീവിക്കുന്നതാണ് ഇവർക്ക് കൂടുതൽ അഭികാമ്യം. അതുവഴി ജീവിതത്തിൽ ശാന്തിയും സമാധാനവും പുലരുന്നതാണ്. തായ് വഴി ബന്ധുക്കളോട് അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങൾ പുലർത്താതെ ശ്രദ്ധിക്കുക. വിട്ടുവീഴ്ച എല്ലാത്തിനും ഗുണങ്ങൾ നൽകും. അവിചാരിതമായി ഭാഗ്യം ഇവരെ പലപ്പോഴും തേടിയെത്താറുണ്ട്. ആരുടെയും നിർബന്ധത്തിലും പ്രലോഭനങ്ങളിലും വഴങ്ങി വശംവദരാകാതെ അറിയാത്ത തൊഴിലിൽ ഏർപ്പെടാതിരിക്കുക. രേവതി നക്ഷത്രക്കാരിയായിട്ടുള്ള സ്ത്രീകളെ അമ്മമാരായിട്ട് ലഭിച്ച മക്കൾ ധൈര്യശാലികളും ആത്മവിശ്വാസികളും സമർത്ഥരുമായിരിക്കും. തീർച്ചയായിട്ടും ഈ രേവതി നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ സന്താനങ്ങൾക്ക് നല്ല അടിത്തറയ്ക്ക് വേണ്ട പ്രോത്സാഹനം നൽകാറുണ്ട്. അവരുടെ ആരോഗ്യകാര്യത്തിലും ഇവർ അത്യധികം ശ്രദ്ധ ചെലുത്താറുണ്ട്. ഏതൊരു കാര്യത്തിലും വേഗത ശീലിക്കുന്ന മക്കൾക്ക് ക്ഷമാശീലങ്ങളൊക്കെ പരിശീലിപ്പിച്ചെടുക്കേണ്ടത് അമ്മയായിട്ടുള്ള രേവതി നക്ഷത്രക്കാരുടെ കടമയാണ്. മക്കളുടെ വിവാഹം, ഭാവി എന്നിവയെല്ലാം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെ നടക്കുന്നതാണ്. കുടുംബാംഗങ്ങളുമായി യാത്ര ചെയ്യുമ്പോൾ പുതിയ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക. ആരോഗ്യം ഭദ്രമാകണമെങ്കിൽ ഭക്ഷണശീലത്തെ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശുഷ്കാന്തി പാലിക്കുന്ന രേവതി നക്ഷത്രക്കാരികൾ സ്വന്തം ആരോഗ്യകാര്യത്തിൽ ചിലപ്പോഴെങ്കിലും ഉപേക്ഷ കാണിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം തന്നെ ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. കൂടാതെ രക്തസമ്മർദ്ദം, മാനസിക സമ്മർദ്ദം, അൾസർ, തലവേദന എന്നീ രോഗങ്ങളൊക്കെ രേവതി നക്ഷത്രക്കാരികളെ പിടികൂടിയേക്കാം. എന്നാൽ ഈ രോഗങ്ങളൊക്കെ മറ്റെന്തെങ്കിലും രോഗങ്ങളുടെ ലക്ഷണങ്ങളായി വരാറുമുണ്ട്. അതുകൊണ്ട് തന്നെ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ തന്നെ ഒരു വിദഗ്ധ ഡോക്ടറിനെ സമീപിക്കുക. ജാതകപ്രകാരം ചന്ദ്രദശാകാലത്ത് എല്ലാ കാര്യങ്ങളും വളരെയേറെ ജാഗ്രത പുലർത്തുക. വർഷത്തിലൊരിക്കൽ കുടുംബസമേതം ഗുരുവായൂരിൽ ദർശനം നടത്തുക. ഓം കാമധ്വജായ വിദ്മഹേ ഖഡ്ഗഹസ്തായ ധീമഹി തന്നോ മന്ദ പ്രചോദയാത് എന്ന ശനീശ്വര ഗായത്രി മന്ത്രത്തെ നിത്യവും 11 തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കുക. അതുമൂലം ജീവിതവും സമൃദ്ധിയും സന്തോഷപ്രദവുമായി തീരുന്നതാണ്. 27 നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 27 നക്ഷത്രക്കാരും കാണേണ്ട വീഡിയോ തന്നെയാണ് അത്. ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും ഇതുവരെ ആരും പറയാത്ത കഥകൾ എന്ന എന്റെ വീഡിയോ കാണുക. 2 ഭാഗങ്ങളിലായിട്ടാണ് ഓരോ നക്ഷത്രക്കാരെയും ഞാൻ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ നൽകും. വീഡിയോയുടെ ലിങ്ക്
എൻഡ് സ്ക്രീനിലും കാർഡ് രൂപത്തിലും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രത്തെ കൂടുതലായി അറിഞ്ഞിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് തുടർന്ന് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.